നവകേരള യാത്രയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച നവകേരള ബസ് സർവീസിനൊരുങ്ങുന്നു. ബസിന്റെ കോൺട്രാക്ട് കാരേജ് പെർമിറ്റ് സ്റ്റേറ്റ് കാരേജ് പെർമിറ്റാക്കി മാറ്റി. വൻതുക മുടക്കി വാങ്ങിയ ബസ് ഉപയോഗിക്കുന്നില്ലെന്ന വിമർശനത്തിന് പിന്നാലെയാണ് KSRTCയുടെ നീക്കം. സംസ്ഥാന സർക്കാരിന്റെ നവകേരള യാത്രയ്ക്കായി 1,15 ലക്ഷം രൂപ മുടക്കിയാണ് ഭാരത് ബെൻസിന്റെ പുതിയ ബസ് വാങ്ങിയത്. യാത്ര കഴിഞ്ഞാൽ ബസ് മ്യൂസിയത്തിൽ വയ്ക്കാമെന്നും ബസിന്റെ മൂല്യമുയരുമെന്നുമുള്ള ഇടതു നേതാക്കളുടെ പ്രതികരണം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ബസ് KSRTCയുടെ ബജറ്റ് ടൂറിസം വിഭാഗത്തിന് നൽകാൻ ധാരണയുമായി. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും പ്രഖ്യാപനം നടപ്പായില്ല. അറ്റകുറ്റപ്പണി കഴിഞ്ഞ ബസ് KSRTC പാപ്പനംകോട് സെൻട്രൽ വർക്ക്ഷോപ്പിലാണ് ഇപ്പോഴുള്ളത്. നവകേരള ബസ് ഉപയോഗശൂന്യമായി കിടക്കുന്നുവെന്ന വിമർശനം ശക്തമായതോടെയാണ് KSRTC മാനേജ്മെന്റ് സർവീസിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത്. ബസിന്റെ കോൺട്രാക്ട് കാരേജ് പെർമിറ്റ് സ്റ്റേജ് കാരേജ് പെർമിറ്റാക്കി മാറ്റിയിട്ടുണ്ട്. എന്നാൽ എപ്പോൾ എങ്ങനെ സർവീസ് നടത്തുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. യാത്രയ്ക്ക് ശേഷം നവകേരള ബസ്സിൽ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. മുഖ്യമന്ത്രിക്ക് ഇരിക്കാനായി സ്ഥാപിച്ച പ്രത്യേക സീറ്റ് നീക്കം ചെയ്തു. സീറ്റുകൾ പുനർക്രമീകരിച്ച് ലഗേജിനും സ്ഥലമൊരുക്കിയിട്ടുണ്ട്. അതേസമയം ബസിന്റെ നിറവും ഗ്രാഫിക്സും മാറ്റിയിട്ടില്ല. ഗതാഗത മന്ത്രി മാറിയതോടെയാണ് നവകേരള ബസ്സിനെ അവഗണിച്ചതെന്ന് ആക്ഷേപമുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.